ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് 175. നമ്മൾ മണ്ഡലം 1 അധ്യായം 8 അനുഭാഗം 17 116 13 മുതൽ 25 വരെയുള്ള മന്ത്രങ്ങളാണ് നോക്കുന്നത്. ഇത് നമ്മൾ കണ്ടതിൻ്റെ അശ്വനി കുമാരന്മാർ, അത് ബലങ്ങളാണ്. ബലങ്ങളെ പറ്റിയുള്ള പരാമർശങ്ങൾ തന്നെയാണ്. ഫിസിക്സിൻ്റെ പ്രധാനപ്പെട്ട വിഷയമാണ് ബലങ്ങൾ, ഫോഴ്സസ്. അത് ഇരട്ടയായതുകൊണ്ടാണ് അശ്വനി കുമാരന്മാരെന്ന് പറയുന്നത്. ഒരു ബലം രണ്ടായിട്ട് എടുക്കാം, ഹൊറിസോണ്ടൽ കോമ്പോണൻറ്റ്, വെർട്ടിക്കൽ കോമ്പോണൻറ്റ്. അപ്പം നമുക്ക് 13 എന്താണ് പറയുന്നത് നോക്കാം. ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 116 13. അജോഹവീന്യാസത്യ കരവാമഹേ യാമൻ പുരുഭുജാ പുരന്ധി ശ്രുതം തത് ശാസുരിവ വന്ധ്രിമത്വാ ഹിരണ്യഹസ്തം അശ്വിനാവതത്തം. അസംഖ്യകളുടെ പാലകരും നാസത്യരുമായ അശ്വിനികളെ വന്ധ്രീമതി ആഹ്വാനം ചെയ്തു. അവർ സന്തുഷ്ടരായി അവൾക്ക് ഹിരണ്യഹസ്തൻ എന്ന പുത്രനെ നൽകി. അസംഖ്യങ്ങളുടെ പാലകരും വളരെയധികം പേരെ പാലിക്കുന്നവരാണ്. അതായത് എല്ലാവരും ചെയ്യുന്ന കർമ്മങ്ങൾ, നേരത്തെ ഊർജം എന്ന് പറയുമ്പോഴും എന്ത് കർമ്മം ചെയ്യുമ്പോഴും അവിടെ ഒരു ബലം പ്രയോഗിക്കുന്നുണ്ട്. ഫോഴ്സ് ഇല്ലാതെ ഒരു പരിപാടിയില്ല. അപ്പോൾ ഊർജത്തിൽ നിന്ന് തന്നെയാണ് അതിനുള്ള ശക്തി ലഭിക്കുന്നത്. അപ്പോൾ ഫോഴ്സ്, ബലം, കൈയണക്കുന്നതും ബലം ഉപയോഗിച്ച് തന്നെയാണ്. അപ്പം ലോകത്തിൽ എന്തെല്ലാം കർമ്മങ്ങൾ നടക്കുന്നുണ്ടോ അതിൻ്റെ പിന്നിലെല്ലാം ഈ ബലമുണ്ട്. അപ്പോൾ അസംഖ്യങ്ങളുടെ പാലകരും നാസ്ത്യരുമായ അശ്വനികൾ. നാസ്ത്യരാണ്. നാസ്ത്യർ എന്ന് പറഞ്ഞാൽ ആത്മീയമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ല, ബൗദ്ധികമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. ബൗദ്ധിക കാര്യങ്ങളാണ്. നാസ്ത്യരുമാണ്. നിങ്ങൾ വദ്രീമതി ആഹ്വാനം ചെയ്തപ്പോൾ അവൾക്ക് ഹിരണ്യഹസ്തൻ എന്ന പുത്രനെ നൽകി. ഇപ്പോൾ ഒരു ഉദാഹരണ സഹിതം വെച്ച് പറയുന്നതായിട്ട് കണ്ടാൽ മതി. പുത്രനെ നൽകി. പുത്രനെ എങ്ങനെയാണ് നൽകുന്നത്? ബലത്തിലൂടെ തന്നെയാണ്. അണ്ടവും ബീജവും അണ്ടവും കൂടി ചേരുമ്പോൾ അവിടെ ഒരു ബലം ഉപയോഗിച്ചിട്ടാണ് ജനിതകഘടന സ്പ്ലിറ്റായിട്ട് വേറെ കൂടിച്ചേർന്നിട്ടാണ് അവിടെയെല്ലാം ബലം പ്രയോഗിച്ചിട്ട് ഏറ്റവും സൂക്ഷ്മമായിട്ട് അവിടെ പോലും ബലങ്ങൾ പ്രയോഗിച്ചിട്ട് തന്നെയാണ് അവയെ പൊട്ടിച്ചിട്ട്, ജനിതകഘടനയെ പൊട്ടിച്ചിട്ട് മറ്റേതിനെയും പൊട്ടിച്ചിട്ട് അതിൻ്റെ കൂടിച്ചേർന്നിട്ടാണ് ഉണ്ടാകുന്നത്. അപ്പം ഇത് എവിടെയെല്ലാം ആക്ട് ചെയ്യുന്നതെന്ന് പറയുകയാണ്. ഏറ്റവും സൂക്ഷ്മമായതിലും ബലം ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി 14 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 116 14. ആസ്നോ വൃഗസ്യ വർത്തികാമഭീകേ യുവം നരാനാസത്യാമുക്തം ഉദോകവിംബുരുഭുജായുവം ഹ കൃപമാണം അകൃണുതം വിചക്ഷേ. സത്യസന്ധരായ അശ്വിനികൾ ബഡേരിയെ ചെന്നായുടെ മുഖത്തു നിന്നും രക്ഷിക്കുകയും കരഞ്ഞുകൊണ്ടിരുന്ന കണ്വന് കാഴ്ചശക്തി നൽകുകയും ചെയ്തു. ഇവിടെ സത്യസന്ധരായ അശ്വിനികളെ എന്ന് പറയുന്ന അശ്വിനികൾ സയൻസ് പോലെ സത്യം തന്നെയാണ്. കളത്രാണമൊന്നും ചെയ്യില്ല. സയൻസിലോട്ട് നടക്കുന്നത് പൂർണ്ണമായി സത്യമായിരിക്കും. ഇവിടെ ബഡിയരി എന്ന് പറയുന്നത് കാടയടിയാൻ ഒരു ജീവിയെ ചെന്നായുടെ മുഖത്ത് നിന്ന് രക്ഷിച്ചു. ഏതെങ്കിലും ഒന്നിനെ, ഇപ്പം മൃഗങ്ങളുടെ ചെന്നായിയുടെ മുഖത്ത് നിന്ന് ഒന്നിനെ രക്ഷിച്ചെടുക്കണമെങ്കിൽ എന്ത് തന്നെ പ്രയോഗിക്കണം? ബലം തന്നെയാണ് പ്രയോഗിക്കേണ്ടത്. അപ്പം കുട്ടി ഉണ്ടാകുന്നിടത്ത് ബലം പ്രയോഗിക്കണം. ചെന്നായുടെ മുഖത്ത് നിന്ന് ഏതെങ്കിലും ഇപ്പോൾ ഏതൊരു
പാമ്പേതിനെയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ബലം പ്രയോഗിച്ചിട്ടാണ് എടുത്തു മാറ്റാൻ പറ്റും, അല്ലാതെ വേറെ എന്താ വഴിയുള്ളത്? അതേപോലെ കണ്ണിന് കരഞ്ഞുകൊണ്ടിരുന്ന കണ്ണിന് കാഴ്ച ശക്തി നൽകി. കണ്വ മഹർഷിക്ക് അശ്വനി കുമാരന്മാരാണ് കാഴ്ച നൽകിയെന്നുള്ള വേറൊരു കഥയുണ്ട്. കാഴ്ച നമ്മൾ പരിശോധിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നത്? നമ്മളൊരു ലെൻസെല്ലാം വരച്ചിട്ട് ലൈറ്റ് റേസിനെ വിട്ടിട്ട് അത് ഫോക്കസിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും. അതെല്ലാം ഫലങ്ങളാണ്. ഇങ്ങനെ തന്നെയാണ് ലൈറ്റും പ്രകാശവും ബലം രൂപത്തിൽ തന്നെയാണ് എടുക്കേണ്ടത്. അത് ഒരു പോയിന്റിലേക്ക് പാസ് ചെയ്യുന്നത് ഇതെല്ലാം ഫലങ്ങളാണ്. അവിടെ അത് ലെൻസിലോട്ട് കിടക്കുമ്പോൾ കുറച്ച് ചെരിയും, എന്നിട്ട് ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കും. കാഴ്ച കിട്ടണ്ടെങ്കിൽ നമ്മളെ കണ്ണിൻ്റെ പിന്നിലുള്ള ആ ഭാഗത്ത് തന്നെ അത് പതിക്കണം. അതിൻ്റെ മുമ്പിലോ പിന്നിലോ ആയി പോയാൽ കാഴ്ച കിട്ടില്ല. അപ്പോഴേ അവിടെ നിന്ന് സിഗ്നൽ ശേഖരിക്കും. അപ്പം ഇതെല്ലാം ഈ ഫോഴ്സുകളെ ബലങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്, ആ തരത്തിൽ തന്നെയാണ് ഇതിനെയെല്ലാം അനലൈസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കണ്ണിന് കാഴ്ച നൽകി എന്ന് പറയുന്നത്. ഇനി 15 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 116-15 ചരിത്രം ഹി വേരിവാചേതി പർണമാജാഖേലസ്യ പരിതജ്ഞായ സദ്യോ ജംഘാം ആയസീം വിശൽപ്ലായൈ ധനേഹിതേ സർദവേ പ്രത്യദത്തം. രാജാഖേലന്റെ പത്നിയുടെ പാദങ്ങൾ യുദ്ധത്തിൽ മുറിക്കപ്പെട്ടു. അശ്വിനികൾ അവൾക്ക് നടക്കുന്നതിന് വേണ്ടി ലോഹം കൊണ്ടുള്ള പാദം നിർമ്മിച്ചു കൊടുത്തു. ഇവിടെ രാജാഖേലന്റെ പത്നിയുടെ പാദങ്ങൾ യുദ്ധങ്ങളിൽ മുറിച്ചു നൽകി. നിങ്ങൾ അവൾക്ക് നടക്കുന്നതിന് വേണ്ടിയുള്ള ലോഹം കൊണ്ടുള്ള പാദം നിർമ്മിച്ചു കൊടുത്തു. കാല് നഷ്ടപ്പെട്ടവർക്ക് എങ്ങനെയാണ് ബലം, അവരുടെ വെയിറ്റ് താങ്ങേണ്ട തരത്തിലുള്ള ചലിക്കേണ്ട തരത്തിലുള്ള കൃത്രിമ പാദങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്ന എല്ലാം ഫിസിക്സിൽ വരുന്ന ഭാഗങ്ങളാണ്. ഫിസിക്സിലാണ് ലെൻസ് വരുന്നത്, ഫിസിക്സിൽ തന്നെയാണ് കൃത്രിമ പാതെല്ലാം വെക്കുന്ന. ഏതുമായിട്ട് എഞ്ചിനീയറിങ് ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതായത് ഇത് ബലം ഫോഴ്സ് എന്നത് പല ഉപയോഗത്തിന് ഉപയോഗിക്കണം. നേരത്തെ പറഞ്ഞ അസംഖ്യം കർമ്മങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇവിടെ കൃത്രിമമായ പാദം ഉണ്ടാക്കുന്നിടത്തെല്ലാം ഈ ബലങ്ങൾ, ആളുടെ വെയിറ്റ്, നമ്മൾ താങ്ങുന്ന സാധനത്തിന് ഒരു കൃത്രിമ കാല് പിടിക്കുമ്പോൾ അതിൻ്റെ മെറ്റൽസിന് എന്ത് വേണം? നമ്മുടെ വെയിറ്റ് എല്ലാം താങ്ങാനുള്ള ശക്തി വേണം. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അതെല്ലാം നിർമ്മിക്കുക. ഇനി 16 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 116-16 ശതം മേഷാൻ വൃക്കേ ചക്ഷധാനം ഋജ്രാശ്വം തം വിദാന്തം ചകാര തസ്മാ അക്ഷീനാസത്യ വിചക്ഷ ആദദത്തം ദസ്ര ഭിഷജാവനർവൻ. ചെന്നായ്ക്കൾക്ക് 100 ആടുകളെ മുറിച്ചു കൊടുത്തതിൻ്റെ ശിക്ഷയായി ഋജാശ്വനെ അവൻ്റെ പിതാവ് ശപിച്ച് അന്ധനാക്കി. അവന് അശ്വിനികൾ ശരിയായ കാഴ്ചയോടുകൂടി നേത്രങ്ങൾ നൽകി. ഇവിടെയും ചെന്നായിക്ക് 100 ആടുകളെല്ലാം മുറിച്ചു കൊടുത്തതിന് ശപിച്ചിട്ട് അവൻ്റെ പിതാവ് ശപിച്ചിട്ട് അവനെ അന്ധനാക്കി. അവന് നിങ്ങൾ ശരിയായ നേത്രങ്ങൾ നൽകി. അപ്പം കണ്ണിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഫോഴ്സുകൾ ഫലങ്ങളെല്ലാമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഇതെല്ലാം ഓരോ ഉദാഹരണ സഹിതം വെച്ചിട്ട് പറയുകയാണ്. സാധാരണ ഈ ബലങ്ങളെ വെച്ച് വരക്കുന്ന തരത്തിൽ തന്നെയാണ് ലെൻസുകൾ നമ്മൾ അതിൻ്റെ ഫോക്കസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നത്, വരച്ച് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ
ആ തരത്തിലുള്ള പല ഉപയോഗങ്ങളെ പറ്റി പറയുന്നതായിട്ട് കണ്ടാൽ മതി. ഇനി 17 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 116-17. ആവാം രഥം ദുഹിതാ സൂര്യസ്യ കാർഷ്മേവാ തിഷ്ഠത അർവദാ ജയന്തി വിശ്വേ ദേവാ അന്യം അന്യന്ത ഹൃദ്ഭി സമുശ്രിയാനാസത്യ സചേതേ. അശ്വിനികൾ സൂര്യപുത്രിയെ പന്തയത്തിൽ ജയിച്ചു. അവൾ അവരുടെ രഥത്തിൽ കയറി. ആ സമയം അവരുടെ അശ്വങ്ങൾ അതിവേഗം പാഞ്ഞ് ഏറ്റവും മുന്നിലെ അതിർകുറ്റിയിൽ എത്തിച്ചേർന്നു. അപ്പോൾ ദേവഗണം അവരെ അനുമോദിച്ചു. അശ്വിനികളെ, നിങ്ങൾ സൂര്യപുത്രിയെ ഓട്ടപ്പന്തയത്തിൽ വിജയിച്ച് ഓടിയിട്ട് ആ എത്തേണ്ട സ്ഥലത്ത് ഫസ്റ്റ് എത്തി. അപ്പോൾ ദേവഗണം നിങ്ങളെ അനുമോദിച്ചു. ഇവിടെ അശ്വിനി കുമാരന്മാർ എന്ന് പറയുന്നത് സൂര്യന്റെ പുത്രന്മാരായിട്ടാണ് പറയുന്നത്. സൂര്യന്റെ പുത്രി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചുറ്റുമുള്ള പ്രഭ, അതാണ് ഉഷ. അത് സൂര്യന്റെ കുറച്ച് മുമ്പിലാണ് സഞ്ചരിക്കുക. പക്ഷെ ബലം എന്ന് പറയുന്നത് സൂര്യനിൽ നിന്നുള്ള ആകർഷണ ബലം എല്ലാം വളരെ വേഗത്തിൽ മുന്നോട്ടേക്കാണ് പോവുക. അപ്പോൾ പുത്രന്മാർ ആര്, അശ്വിനി കുമാരന്മാർ വളരെ വേഗത്തിലാണ് പോവുക. ഉഷ, സൂര്യന്റെ ചുറ്റുമുള്ള പ്രഭ, സൂര്യന്റെ കൂടെയാണ് സഞ്ചരിക്കുക. പക്ഷെ പുത്രന്മാർ വളരെ വേഗത്തിൽ, ഈ അശ്വിനി കുമാരന്മാർ വളരെ വേഗത്തിൽ സഞ്ചരിക്കുക. അപ്പം പറയാണ്, നിങ്ങൾ ഉഷയെ തോൽപ്പിച്ചിട്ട് ലക്ഷ്യസ്ഥാനത്ത് നിങ്ങളാണ് ആദ്യം എത്തുന്നത്, അതുകൊണ്ട് ദേവഗണങ്ങൾ നിങ്ങളെ അനുമോദിച്ചു എന്ന് പറയുകയാണ്. അപ്പം ബലങ്ങൾ വളരെ വേഗത്തിൽ സഞ്ചരിക്കും. ഇനി 18 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 116-18. യദയാദം ദിവോദാസായ വർത്തിർ പരദ്വാജായ അശ്വിർ നാഹയന്ത ദേവധൂവാഹ സചനേരതോവാം വൃഷഭശ്ച ശിംശുമാരശ്ച യുക്ത. അശ്വിനികൾ ദിവോദാസന്റെയും ഭരദ്വാജന്റെയും വീടുകളിൽ ചെന്നപ്പോൾ അവരുടെ ഐശ്വര്യപൂർണമായ രഥത്തിൽ അന്നമുണ്ടായിരുന്നു. ആ രഥത്തിൽ കാളയും മുതലയും പൂട്ടപ്പെട്ടിരുന്നു. ഇവിടെ അശ്വിനികളോട് പറയാണ്, നിങ്ങൾ ദിവോദാസന്റെയും ഭരദ്വാജന്റെയും വീട്ടിൽ ചെന്നപ്പോൾ ഈ ദിവോദാസനും ഭരദ്വാജനുമെല്ലാം വേദങ്ങൾ എഴുതിയ ഋഷികളാണ്. അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഫിസിക്സ് വിഷയമാണ് ഭരദ്വാജനും ദിവോദാസനെല്ലാം ഏറ്റവും കൂടുതൽ ഫിസിക്സിൽ പ്രാവീണ്യം നേടിയവരാണ്. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ രഥത്തിൽ അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ അന്നമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ, അന്നം എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ്. അവരുടെ കാര്യങ്ങളെല്ലാം സാധിപ്പിച്ചിരുന്നത്, അന്നം കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തോ കർമ്മം ചെയ്താലാണ് അന്നം കിട്ടുക. ചോറ് കിട്ടണമെങ്കിൽ അരിയെടുത്ത് വേവിക്കണം. അപ്പം അവിടെയെല്ലാം ബലം പ്രയോഗിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അരിയെ സോഫ്റ്റ് ആക്കുന്നതും അതിൻ്റെ അകത്ത് കുറേ ബലം പ്രയോഗിച്ചിട്ട് പൊട്ടിക്കുകയെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം ഇവര് ഭരദ്വാജനും ദിവോദാസനെല്ലാം ഫിസിക്സിൻ്റെ സഹായത്തിലാണ് കർമ്മങ്ങൾ ചെയ്തിരുന്നത്. അപ്പോൾ ഇവരവിടെ എത്തുമ്പോൾ അന്നവും അവർക്ക് കൊണ്ട് നൽകി എന്ന് പറഞ്ഞാൽ അവർ പല അന്നങ്ങളും പലതും ഉൽപ്പാദിപ്പിച്ചു ഈ അശ്വിനി കുമാരന്മാരുടെ ബലങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്. നിങ്ങളുടെ രഥത്തിൽ കാളയും മുതലയും പൂട്ടപ്പെട്ടിരുന്നു. കാളവണ്ടി എങ്ങനെയാണ്? കരയിലൂട്ട പോകുന്ന ബലം. കാളവണ്ടി വലിച്ചുകൊണ്ട് പോവില്ലേ ചെയ്യുന്നത്, അത് ബലമല്ലേ പ്രയോഗിക്കുന്നത്. അപ്പം കരയിലാണെങ്കിൽ കാളനെ കെട്ടിയ വണ്ടി, കടലിലാണെങ്കിലോ അല്ലെങ്കിൽ നദിയിലാണെങ്കിലോ മുതലയെ കെട്ടിയ വണ്ടി എന്ന് വേണമെങ്കിൽ മുതലേനെ കെട്ടിയിട്ട് പോകാം പറ്റുമെങ്കിൽ. മുതലേൻ്റെ പുറത്തൊരു പെട്ടിയെല്ലാം ഉണ്ടാക്കി അതിൻ്റെ അകത്ത് ഗ്യാസെല്ലാം ഫിറ്റ് ചെയ്യണം. എന്നിട്ട് മുതലേൻ്റെ പുറത്താക്കി അതങ്ങ് കുടിക്കുള്ളൂ. ഓരോ ഉദാഹരണം വെച്ച് പറയുന്ന, അതായത് ജലത്തിലും കരയിലും ഓടുന്ന രഥത്തെ പറ്റിയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കടലിലും വെള്ളത്തിലും കരയിലും എല്ലാം ഓടുന്ന വണ്ടികൾ വലിക്കുന്നതിൻ്റെ പിന്നിൽ ബലം തന്നെയാണ് ഉള്ളത്. ഇനി 19
ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 116-19. രയീം സുക്ഷത്രം സ്വപത്യമായു സുവീര്യം നാസത്യാവഹന്ത ആജാഗ്നവീം സമനസോപ വാജശ്രൈരഹിനോ ഭാഗം ദദതീമയാദം. നാസത്യരായ അശ്വിനികൾ ഖബരൂപമായ അന്നത്തിൻ്റെ 3 ഭാഗങ്ങളും നൽകിയ ജാഗ്നവിക്ക് സന്താനത്തെ നൽകുന്ന അന്നവും രാജ്യയുക്തമായ ഐശ്വര്യവും പുരുഷാർത്ഥയുക്തമായ ആയുസ്സും പ്രദാനം ചെയ്തു. നാസ്യരായ അശ്വിനികളെ എന്ന് പറഞ്ഞാൽ അശ്വിനികളായി തന്നെ നിങ്ങൾ ആത്മീയമായിട്ടൊന്നും കണ്ട മോഡേൺ സയൻസിൽ വരുന്ന കാര്യങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ അപര സയൻസിൽ വരുന്ന സാധനങ്ങളാണ് ഈ അശ്വിനി കുമാരന്മാർ. അല്ലാതെ അതിനൊന്നും ആത്മീയമായിട്ടൊന്നും കാണുന്നത് വെറും ശുദ്ധമായ ഫലങ്ങളാണ്. അവർ നൽകുന്ന അന്നരൂപത്തിൽ നൽകുന്ന നിങ്ങൾ ജാഹ്നവിക്ക് നിങ്ങൾ സന്താനത്തെ നൽകി. നേരത്തെ സന്താനത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. സന്താനം ഉണ്ടാകുന്നതിൻ്റെ പിന്നിൽ അവിടെ ചില മുറിക്കലും കൂട്ടിച്ചേർക്കുകൾ എല്ലാം നടക്കുന്നുണ്ട്. അണ്ടവും ബീജവും ചേരുമ്പോൾ കുറേ പൊട്ടിക്കലും കൂട്ടിച്ചേർക്കലെല്ലാം നടക്കുന്നുണ്ട്. അവിടെ ബലം പ്രയോഗിച്ചിട്ട് തന്നെയാണ് അത് നടക്കുന്നത്. ബീജമണ്ഡത്തിൽ കയറുന്നത് തന്നെ പൊട്ടിച്ചിട്ട് അതിനെ ആ ഭിത്തി തകർത്തിട്ടാണ് ഉള്ളിലേക്ക് കയറുന്നത്. അതിനുള്ള ശക്തിയിലേക്ക് അങ്ങേക്ക് എത്താൻ പറ്റില്ല. അപ്പം അത്രയും ശക്തി വേണം. അപ്പം അതിനെ തുളച്ചിട്ട് വേണം അതിൻ്റെ അകത്ത് കയറാൻ. അവിടെയെല്ലാം ബലം തന്നെയാണ് പ്രയോഗിക്കുന്നത്. അന്നവും നൽകി. അന്നം എന്ന് പറഞ്ഞാൽ ഭക്ഷണം പ്രിപ്പയർ ചെയ്യേണ്ടിക്കലല്ല ഇത് വേണം. ഐശ്വര്യം നൽകി, ആയുസ്സും എല്ലാം നൽകി. അപ്പം നമ്മൾ എല്ലാ യജ്ഞത്തിലും ബലം ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ രക്ഷപ്പെടുന്നത്. ഇനി 20 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 116-20. പരിവിഷ്ടം ജാഹുഷം വിശ്വതസീം സുഗേഭിർനക്തം മോഹദുരജോഭി വിബന്ധുകാനാസത്യാരഥേന വിപർവതാം അജരയു അയാദം. നാസത്യരും ജരാരഹിതരുമായ അശ്വിനികൾ ശത്രുക്കളാൽ വലയം ചെയ്യപ്പെട്ട ജാഹുഷനെ രാത്രിക്ക് രാത്രി തന്നെ സുഗമ്യ മാർഗങ്ങളിൽ കൂടി എന്തും പിളർക്കുന്ന സ്വന്തം തേരിൽ കയറ്റി പർവ്വതത്തിൻ്റെ മുകളിൽ എത്തിച്ചു. നാസ്ത്യരും ജരാരഹിതരുമായ അശ്വിനികൾ. നാസ്ത്യർ എന്ന് പറഞ്ഞാൽ ആത്മീയ കാര്യങ്ങളല്ല, ഇത് ഭൗതിക കാര്യങ്ങൾ തന്നെയാണ്. ഫിസിക്സിൽ വരുന്ന കാര്യങ്ങളാണ് ഈ അശ്വിനി കുമാരന്മാർ ബലങ്ങൾ. നിങ്ങൾ ജരാരഹിതരാണെന്നാണ് ബലം ആക്റ്റീവാണ്. ശത്രുക്കളെ വലയപ്പെട്ടപ്പോൾ ജാഹുഷനെ വേറെ ഏതോ ഒരു കഥയിലുള്ളത് വെച്ച് പറയുകയാണ്. ആ കഥയെ പറ്റിയുള്ള അവിടെ പറയാം. അപ്പം ശത്രുക്കൾ വലയം ചെയ്തപ്പോൾ രാത്രിക്ക് തന്നെ അവരെ സുഗമമായ മാർഗത്തിൽ കൂടി എടുത്തിട്ട് തേരിൽ കയറ്റിയിട്ട് പർവ്വതത്തിൻ്റെ മുകളിൽ എത്തിച്ചു എന്ന് പറയുകയാണ്. ശത്രുക്കൾ വളഞ്ഞപ്പോൾ അദ്ദേഹത്തെ പൊക്കിയെടുത്ത് പർവ്വതത്തിലേക്ക് കൊണ്ടുപോയി. ഇന്നും യുദ്ധം നടക്കുമ്പോൾ ഏതെങ്കിലും ആൾ ശത്രുക്കളുടെ നടുവിൽ പെട്ടുപോയാൽ മുകളിലോട്ട് ഹെലികോപ്റ്ററെല്ലാം വന്നിട്ട് പൊക്കിയെടുത്തിട്ട് കൊണ്ടുപോകുന്നതെല്ലാം കണ്ടിട്ടില്ലേ? അതെല്ലാം ഉപയോഗിച്ചിട്ടുള്ളതാണ്? ബലം ഉപയോഗിച്ചിട്ടുള്ള പരിപാടികളാണ്. ആ കഥയിലേക്കൊന്നും ഇപ്പോൾ കിടക്കുന്നത്. അത് കഥ വരുന്നിടത്ത് നമുക്ക് പറയാം. ഇനി 21 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 116-21. ഏകസ്യാവസ്ഥോരാവതം രണായ വശമശ്വിനാസനയേ സഹസ്ര നിരഹതം ദുച്ഛുന ഇന്ദ്രവന്ത പൃഥുശ്രവസോ വൃഷണാപരാധി. അശ്വിനികൾ ഒരു ദിവസം 1000 പണം വീതം ലഭിക്കുന്നവനാക്കി വശമഹർഷിയെ സഹായിച്ചു. പൃഥുശ്രവസിൻ്റെ ശത്രുക്കളെ ഇന്ദ്രനോടുകൂടി അവർ നശിപ്പിച്ചു. ഇവിടെ അശ്വിനി കുമാരന്മാരോട് പറയാണ്, ഒരു ദിവസം നിങ്ങൾ വശമഹർഷിക്ക് 1000 പണം വീതം ലഭ്യമാക്കി കൊടുത്തു. അതായത് ഈ യജ്ഞങ്ങളിലൂടെ ഇത് വേറൊരു വശമഹർഷി എന്ന് പറഞ്ഞ വേറൊരു മഹർഷിക്ക് ഈ ബലത്തിലൂടെ, അതായത് അങ്ങേരും ഫിസിക്സിൽ അറിയുന്ന വ്യക്തി തന്നെയാണ്, ഫിസിക്സ് ബലങ്ങൾ ഉപയോഗിച്ചിട്ട് 1000 ധനം നേടിയെന്ന് പറഞ്ഞാൽ പലതരം യജ്ഞങ്ങൾ ചെയ്യുമ്പോൾ ബലം പ്രയോഗിച്ചിട്ട് തന്നെയാണ് നൽകുക.
ഉണ്ടാക്കും. ഉദാഹരണമായിട്ട് ചുമ്മാ ഒരു കൊടുവാളുണ്ടാക്കി വിൽക്കണ്ടിക്ക് തന്നെ ഇരുമ്പിൽ എന്ത് വേണം, അടിച്ച് പരത്തണം. എന്നിട്ടാണ് ചപ്പാത്തി പരത്തിയിട്ടല്ലേ വിൽക്കുന്നത്. അരിയെടുത്ത് ഇടിച്ച് പൊളിച്ചിട്ടല്ലേ പൊടിയാക്കിയിട്ട് പാക്കറ്റിലാക്കിയിട്ട് വിൽക്കുന്നത്. എല്ലാം ബലം ഉപയോഗിച്ചിട്ടാണ്. പിന്നെ പിതൃശ്രവസിന്റെ ശത്രുക്കളെ ഇന്ദ്രനോടുകൂടി നിങ്ങൾ നശിപ്പിച്ചു. ഇന്ദ്രനാണ് എല്ലാ യജ്ഞത്തിൻ്റെ പിന്നിലും പ്രവർത്തിക്കുന്ന ഇന്ദ്രനാണ്. ഇന്ദ്രനോടുകൂടി ശത്രുക്കളെ നശിപ്പിക്കാനും പിന്നെ ബലമല്ലേ പ്രയോഗിക്കേണ്ടത്. ഒരാളെ തലവെട്ടണ്ടിക്കൽ എന്ത് വേണം, ബലം തന്നെ പ്രയോഗിക്കണം, അല്ലെങ്കിൽ തലക്കടിക്കണം. അപ്പം ഇതെല്ലാം ബലം ഉപയോഗിക്കുക. അപ്പം യുദ്ധസ്ഥലത്തും എല്ലാം ഇതിൻ്റെ ആവശ്യമുണ്ട്. ഇനി 22 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 116 22 ശരസ്യ ചിദാർച്ചത് കസ്യാവതാര നിജാതുച്ച ചക്രധു പാദവേവ ശയവേ ചിന്നാസത്യ ശജീഭിർ ജസുരയേ സ്തര്യം പിപ്യദുർഗാം. അശ്വിനികൾ ഋജൽക്കൻ്റെ പുത്രനായ ശരൻ്റെ ദാഹം ശമിപ്പിക്കുന്നതിനായി ആഴമേറിയ കിണറ്റിലെ ജലം മുകളിൽ കൊണ്ടുവരികയും പരിക്ലാന്തനായ ശയുവിനു വേണ്ടി പേറുനിന്ന പശുവിൽ കറവയുണ്ടാക്കി പാൽ നിറയ്ക്കുകയും ചെയ്തു. ഇവിടെ ഋജൽക്കൻ്റെ പുത്രനായ ശരൻ്റെ ദാഹം ശമിപ്പിക്കുന്നതിനായി അദ്ദേഹത്തിൻ്റെ പുത്രന് ദാഹം വന്നപ്പോൾ ആഴമേറിയ കിണറ്റിൽ നിന്ന് ജലം മുകളിലേക്ക് കൊണ്ടുവന്നു. എങ്ങനെയാണ് ജലം ആഴമുള്ള കിണറ്റിൽ നിന്ന് എങ്ങനെ ജലം മുകളിലേക്ക് കൊണ്ടുവരിക? ബക്കറ്റിൽ കയറും കെട്ടിയിട്ട് പിടിച്ച് വലിക്കണം. അപ്പം വെള്ളം ആഴമുള്ള കിണറ്റിൽ നിന്ന് വെള്ളം മുകളിലേക്ക് വരും. ഇവിടെ പറഞ്ഞു കൊണ്ടുവരുന്നത് ഏതാണ് ഇതെല്ലാം ചെയ്യുന്നതിൻ്റെ പിന്നിൽ എന്താണ് ഉള്ളത്? അത് ബലമാണ്. ഈ ബലത്തെയാണ് അശ്വനി കുമാരന്മാരായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ അശ്വനി കുമാരന്മാർ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ കണ്ണുമൂക്കുള്ള എന്തെല്ലോ 2 ഇരട്ട കുട്ടികളാണെന്നെല്ലാം തോന്നിപ്പോകും. ഈ പറയുന്ന ഉദാഹരണങ്ങളിലൂടെ നമ്മൾ ചിന്തിച്ചിട്ട് ഏതിനെ പറ്റിയാണ് പറയുന്നതെന്ന് മനസ്സിലാക്കണം. അത് ബലങ്ങളെപ്പറ്റി തന്നെയാണ്. കറവ മറ്റിയ പശുവിൽ പാൽ നിറക്കുകയും ചെയ്തു. കറവ മുറ്റിയ പശുവിൽ പാല് നിറക്കുക. പാലുണ്ടാക്കുന്നിടത്തും ഇതെല്ലാം എന്തുണ്ട്, നമ്മളെ ശരീരത്തിനും പല ബലങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ദഹിക്കുന്നത് എങ്ങനെയാണ്? അവിടെ ആ ആറ്റങ്ങളെ തമ്മിൽ വേർപെടുത്തണം, അതിൻ്റെ ബോണ്ടുകൾ പൊട്ടിക്കണം. അതെല്ലാം ബലം ഉപയോഗിച്ച് തന്നെയാണ് പൊട്ടിക്കുന്നത്. പാലുണ്ടാകുന്നതിൻ്റെ പിന്നിലും എല്ലാം അവിടെ കുറേ ബലങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ട്. ഇനി 23 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 116 23 അവസ്വദേ സ്തുവദേ കൃഷ്ണീയായ ഇർജുയതേ നാസത്യാശജീവി പശുംന നഷ്ടമിവ ദർശനായ വിഷ്ണാപ്യം ദധതുർവിശ്വകായ. അശ്വിനികളുടെ സഹായം ആഗ്രഹിച്ചവനായ കൃഷ്ണമഹർഷിയുടെ പുത്രനായ വിശ്വകന് അശ്വിനികൾ സ്വകർമ്മത്താൽ നഷ്ടപ്പെട്ടുപോയ പുത്രൻ വിഷ്ണുവിനെ കാണാതായ ഗോവിനെ എന്ന പോലെ കാണിച്ചു കൊടുത്തു. ഇവിടെ അശ്വിനി കുമാരന്മാർ പറയുകയാണ്, നിങ്ങളുടെ സഹായത്താൽ ആഗ്രഹിച്ചവനായ കൃഷ്ണ മഹർഷിയുടെ പുത്രനായ വിശ്വകന് നിങ്ങൾ സ്വന്തം കർമ്മത്തിലൂടെ നഷ്ടപ്പെട്ടു പോയ പുത്രനെ കാണിച്ചു കൊടുത്തു, പശു ഗോവിനെ കാണിച്ചു കൊടുക്കുന്നത് പോലെ. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരുത്തം നഷ്ടപ്പെട്ടു പോയാൽ അവരെ അന്വേഷിച്ച് നടക്കുകയാണ് ചെയ്യുക. അത് ബലം ഉപയോഗിച്ച് തന്നെയാണ് കണ്ടെത്തിയിട്ട് അന്വേഷിച്ച് നടക്കും. അപ്പോൾ എന്ത് കർമ്മം ചെയ്യുന്നതിൻ്റെ പിന്നിലും ഇതെല്ലാം ഓരോ കഥ വെച്ചിട്ട് പല കഥകളിലുള്ള ഉദാഹരണം എടുത്തിട്ട് ഇവിടെ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഏതൊരു കർമ്മത്തിനും സഹായിക്കുന്നത് അശ്വിനി കുമാരന്മാരാണ്. ഇവിടെ വേറൊരു അർത്ഥവും കൂടി നമുക്ക് കുറച്ച് ജ്യോതിഷപ്രകാരം പോവുകയാണെങ്കിൽ അതിന് വേറൊരു അർത്ഥമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അശ്വിനി കുമാരന്മാരാണ് സൂര്യൻ്റെ പുത്രന്മാരാണ്. സൂര്യൻ്റെ മാത്രമല്ല എല്ലാ ഗ്രഹത്തിനും അതിൻ്റെ ബലത്തെ അശ്വിനി കുമാരന്മാരെ പോലെ കണക്കാക്കണം. സൂര്യൻ്റെ വെച്ച് പറയുന്നതേ ഉള്ളൂ. ആ സൂര്യൻ ഓരോ പൊസിഷനിൽ നിൽക്കുമ്പോഴുള്ള ബലങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ പല സംഭവങ്ങൾക്കും
കുട്ടികൾ നാട് വിട്ടു പോകാൻ പ്രേരിപ്പിക്കുന്നത് ഗ്രഹങ്ങൾ ചില പ്രത്യേക സ്ഥാനത്ത് നിൽക്കുമ്പോഴാണ്. അവയുടെ ബലം കൊണ്ടാണ്, ആ ആകർഷണ ബലമാണ് കുട്ടികളെ പോകാനും സ്ഥലം വിടാനും എല്ലാം പ്രേരിപ്പിക്കുന്നത്. തിരിച്ചു കൊണ്ടുവരുന്നതും ഇവർ തന്നെയാണ്. ഗ്രഹങ്ങളുടെ ആകർഷണ ബലമാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളെയും നമ്മൾ ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറ്റുന്നതും തിരിച്ചു വരാൻ പ്രേരിപ്പിക്കുന്നതുമെല്ലാം ഈ ഗ്രഹങ്ങളുടെ പ്രേരണകളാണ് എന്ന അർത്ഥമാണ് പ്രധാനമായിട്ട് ഇതിൽ വരുന്നത്. ഈ ജ്യോതിഷമായതുകൊണ്ട് ഞാൻ വെറും ബലമെന്ന നിലയിൽ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പോവുകയാണ്. പക്ഷേ അശ്വനി കുമാരന്മാരെന്ന് പറയുമ്പോൾ ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനത്തിലും വിലയിരുത്തണം. അത് ഗ്രഹങ്ങളുടെ ബലമാണ് നമ്മുടെ എല്ലാ യജ്ഞങ്ങളും. നമ്മളൊരു കുട്ടി വിട്ടുപോകുന്നത് ചില പ്രത്യേക സ്ഥാനങ്ങൾ ഗ്രഹങ്ങൾ നിൽക്കുമ്പോഴാണ് കുട്ടികൾ നഷ്ടപ്പെട്ടു പോകുന്നത്. അവർ ജ്യോത്സ്യരെടുത്ത് വന്നിട്ട് ചോദിക്കും, ജ്യോത്സ്യരെ അവൻ തിരിച്ചു വരുമോ? അപ്പോൾ ഈ ഗ്രഹങ്ങൾ പ്രത്യേക സ്ഥാനത്തെത്തുമ്പോൾ അതിനനുസരിച്ച് കുട്ടികളെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യും. അത് കുറച്ച് ജ്യോതിഷം എന്ന് പറയുമ്പോൾ കുറച്ച് കടന്ന വ്യാഖ്യാനമായിപ്പോൾ. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ ലളിതമായിട്ട് ബലം പ്രയോഗിച്ചിട്ടില്ല. ഏതോ കുട്ടികൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ബലം പ്രയോഗിച്ച് പോയി കണ്ടെത്തി കൂട്ടിക്കൊണ്ട് വരണം. അതും ബലം തന്നെയാണ്. അപ്പോൾ ഏത് അർത്ഥത്തിലും വേണമെങ്കിൽ എടുക്കാം. ഇനി 24 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 116 24 ദശരാത്രീര ശിവനു നവാദ്യൂനവനത്ഥം സ്നദിതം അപ്സ്വന്താം വിപ്രൂതം രേവമുദനി പ്രവൃദ്ധം ഉന്നിന്യധു സോമമിവ പ്രുവേണ. ശ്രുവം കൊണ്ട് സോമം കോരിയെടുക്കുന്നത് പോലെ 10 രാവും 9 പകലും പാശത്താൽ ബന്ധിതനായി ജലത്തിൽ കിടന്നിരുന്ന രേവമഹർഷിയെ അശ്വിനികൾ പൊക്കിയെടുത്തു. ഇവിടെ വേറൊരു കഥയായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണ്. ശ്രുവം കൊണ്ട് സോമം കോരിയെടുക്കുന്നത് പോലെ, സോമം നമ്മൾ തവി കൊണ്ട് കോരിയെടുക്കുന്നത് പോലെ 10 രാവും 9 പകലും പാശത്താൽ ബന്ധിതനായി ജലത്തിൽ കിടന്ന രേവമഹർഷിയെല്ലാം വേറെ കഥയിലായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില സംഭവങ്ങൾ വെച്ചിട്ട് ഇവിടെ പറയുകയാണ്. എന്ത് ചെയ്ത്? നിങ്ങൾ പൊക്കിയെടുത്തു. അതായത് വെള്ളത്തിൽ കിടക്കുന്ന, ഇതെവിടെയാണുള്ളത്? ജലത്തിൽ കിടക്കുന്ന. അപ്പം ജലത്തിൽ കിടക്കുന്ന ഒരു വസ്തുവെ നമ്മൾ പൊക്കിയെടുക്കുന്നത് എന്തുപയോഗിച്ചിട്ടാണ്? ബലം ഉപയോഗിച്ച് തന്നെയാണ്. സോമം കോരിയെടുക്കുന്നത് പോലെ, ബലം പ്രയോഗിച്ച് കോരിയെടുക്കുന്നത് പോലെ ഈ വ്യക്തിയെ, സമുദ്രത്തിൽ ഇത്ര കാലം കിടന്ന അദ്ദേഹത്തെ പൊക്കിയെടുത്തു എന്ന് പറയുകയാണ്. ഇതെല്ലാം ബലം ആയിട്ട് ബന്ധപ്പെട്ടതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി 25 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 116 25 പ്രവാം ദംസാംസ്യ അശ്വിന അവോജമസ്യ പതിസ്യാം സുഗവസ്സു വീര ഉദ പശ്യൻ അശ്നുവൻ ദീർഘമായുരസ്തം ഇവേ ജരിമാണം ജഗമ്യ. ഞാൻ അശ്വിനികളുടെ യശസ് ഗാനം ചെയ്യുന്നു. ഞാൻ സുന്ദരങ്ങളായ ഗോക്കളാലും വീരന്മാരാലും യുക്തനായി രാഷ്ട്രത്തിൻ്റെ തലവനായി തീരണമേ. നേത്രങ്ങളാൽ സ്പഷ്ടമായി ദർശിച്ചുകൊണ്ട് ദീർഘായുസ്സിനെ പ്രാപിച്ചുകൊണ്ടും വൃത്താവസ്ഥയിൽ പ്രവേശിക്കണമേ. അശ്വിനി കുമാരന്മാരോട് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ യശസ് ഗാനം ചെയ്യുകയാണ്. നിങ്ങളുടെ കഴിവ്, ഇങ്ങനെ പല കഴിവുകൾ നിങ്ങൾക്കുണ്ട്, അത് ഞാൻ ഗാനം ചെയ്യുകയാണ്. നിങ്ങളെ പാടി പുകഴ്ത്തുകയാണ്. ഞാൻ സുന്ദരമായ ഗോക്കളാലും, എനിക്ക് നല്ല സുന്ദരമായ ഗോക്കൾ ഉണ്ടാകണം. വീരന്മാരാലും, വീരന്മാരായ പുത്രന്മാരും, പിന്നെയോ രാഷ്ട്രത്തിൻ്റെ തലവനായി. അപ്പം വീരന്മാരായ പുത്രന്മാർ മാത്രമല്ല, രാഷ്ട്രത്തിൽ നമ്മൾ തലവനാകുമ്പോൾ നമ്മളെ സേവിക്കുന്ന ആൾക്കാർ തലവനായിരിക്കണേന്ന്. ഇപ്പോൾ രാജ്യത്തിൻ്റെ തലവനായിരിക്കുന്നവർക്ക് ഏതാണ് ആവശ്യം? ബലം തന്നെയാണ് ആവശ്യം. അവൻ്റെ വിജയരഹസ്യം എന്ന് പറഞ്ഞാൽ ബലം പ്രയോഗിക്കാനുള്ള കഴിവ് തന്നെയാണ്. ധീരനായിരിക്കണം. ധീരൻ എന്ന് പറഞ്ഞാൽ ബലം പ്രയോഗിച്ചിട്ട് ആയുധങ്ങൾ എടുത്തിട്ട് ഉപയോഗിക്കുക. അങ്ങനെയുള്ളൊരു ധീരനായിട്ട് എന്നെ മാറ്റണേ എന്ന് പറയുകയാണ്. ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത്
അശ്വനി കുമാരന്മാരാണ്. ഇനി ഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചാലും നമ്മളൊരാൾ രാഷ്ട്രത്തിൻ്റെ തലവനാകുന്നതിൻ്റെ അവരുടെ ജാതകത്തിൽ ഗ്രഹങ്ങളുടെ ആ സ്വാധീനം കൊണ്ട് തന്നെയാണ്. പിന്നെയോ നേത്രങ്ങൾ സ്പഷ്ടമായി ദർശിച്ച് എൻ്റെ കണ്ണുകൾക്ക് നല്ല കാഴ്ച നൽകണം. ഈ കാഴ്ചയെല്ലാം നേരത്തെ പറഞ്ഞ വിഷയങ്ങളാണ്. ദീർഘായുസ് നൽകണേ, വൃദ്ധാവസ്ഥയെ അങ്ങനെ വയസ്സാം കാലം വരെ എനിക്ക് നല്ല സുഖമായി ജീവിക്കണം. സുഖമായി ജീവിക്കണമെങ്കിൽ നമ്മൾ യജ്ഞം ചെയ്യണം. യജ്ഞം ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വരുന്നതാണ് ബലങ്ങൾ, ഫോഴ്സുകൾ. ആ ഫോഴ്സുകളെയാണ് അശ്വനി കുമാരന്മാരായിട്ട് പറയുന്നത്. അതേസമയം ഗ്രഹങ്ങളാണ് അവയുടെ ചലനമനുസരിച്ചുള്ള പല സ്ഥലത്ത് വരുമ്പോൾ അവയുടെ ബലങ്ങളാണ് നമ്മളെ യജ്ഞത്തിലേക്ക് പ്രേരിപ്പിക്കുന്നതും. പലത് എന്ത് സംഭവം, ഇപ്പം നമ്മൾ നഷ്ടപ്പെട്ട കുട്ടീനെ വീണ്ടെടുക്കുകയോ എന്തോ ആയാൽ അതെല്ലാം ജ്യോതിഷപരമായ പരാമർശങ്ങൾ കൂടി ആണ്. ഒരു വലിയൊരു വിഷയം ബലങ്ങൾ എന്ന് പറഞ്ഞാൽ ഫിസിക്സിൽ ബലം വെച്ചിട്ടുള്ള പരിപാടിയാണ് ആദ്യം തൊട്ട് അവസാനം വരെ. അപ്പോൾ അത്രയും വലിയ വിഷയങ്ങൾ ഇവിടെ അശ്വനി കുമാരന്മാരുമായി ബന്ധപ്പെട്ട ആ വിഷയങ്ങൾ ചുരുക്കി പറഞ്ഞു തന്നേ ഉള്ളൂ. ഇതിലൂടെ നമ്മൾ അശ്വനി കുമാരന്മാരെന്താണെന്ന് മനസ്സിലാക്കണം.